നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച, നക്ഷത്രം അശ്വതി, സിദ്ധയോഗം. മറ്റൊരു വിശേഷം കൂടിയുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇവിടെയൊക്കെ പുതുവത്സര പിറവി, അതായത് ഉഗാദി. തെലുങ്ക് ജ്യോതിഷപ്രകാരം യുഗാദി വർഷാരംഭത്തിൽ ഭാഗ്യം ചെയ്ത കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണപ്രദമായ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. അതിസമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ യുഗാദി വർഷാരംഭത്തിൽ തന്നെ നേട്ടങ്ങൾ കൈവരിക്കും. ദുഃഖങ്ങളൊക്കെ മാറുന്നു, സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണപ്രദമായ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. നാളെ ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച, നക്ഷത്രം അശ്വതി, രാവിലെ 8:30 ശേഷം സിദ്ധയോഗം. ഗണപതിക്ക് വഴിപാട് നടത്തണം. ഗണപതി ഭഗവാന് വഴിപാട് നടത്തി ഏതൊരു നക്ഷത്രജാതകൻ മുന്നോട്ട് പോകുന്നുവോ അവർക്കൊക്കെ ഐശ്വര്യത്തിൻ്റെ നാൾ തന്നെയായിരിക്കും നാളെ മുതൽ. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കും. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രജാതകർക്ക് യുഗാദി, അതായത് വർഷാരംഭത്തിൽ ഭാഗ്യം ഒരുപാടാണ്. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ധനം ധാരാളം വന്നു ചേരുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന കാലഘട്ടമായി ഇതിനെ കണക്കാക്കാം ഈ നക്ഷത്രജാതകർക്ക്. ആരൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ? അവർ എന്തൊക്കെ വഴിപാടുകൾ നടത്തണം, ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇവർക്ക് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. അല്ല എന്നൊന്ന് ആരെങ്കിലും പറഞ്ഞാട്ടെ, അത്രയേറെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഇപ്പോഴും ഈ നക്ഷത്രജാതകർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദുഃഖങ്ങളൊക്കെ മറികടക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ധാരാളം ധനം വരുന്നതിനോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കൂടി സംഭവിക്കും. ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി പ്രതാപത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം മുന്നിൽ തെളിയും. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്. ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട്. ദമ്പതികൾ തമ്മിൽ ഐക്യതയോടുകൂടി ജീവിക്കുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും ഇവർക്ക് അനുഭവ യോഗങ്ങൾ പലതാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഇനി ദോഷ സമയമില്ല, നേട്ടമായിരിക്കും, ഭാഗ്യമായിരിക്കും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് എഴുതിയേക്കുക. നാളെ പ്രത്യേക പൂജയുണ്ട്, ഗുരുതി പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. 3 രാശിക്കാർക്കാണ് ഏറ്റവും അധികം ഭാഗ്യവും സമ്പത്തും വന്നു ചേരുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യദേവൻ ഓരോ മാസവും രാശി മാറിക്കൊണ്ടേയിരിക്കും. സൂര്യദേവൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും അധികം സൗഭാഗ്യം വന്നു ചേരുന്ന, ശുഭകരമായിട്ടുള്ള പല ഫലങ്ങളും വന്നു ചേരുന്ന, ജോലി ലഭിക്കുന്ന, സങ്കടങ്ങൾ ഒക്കെ മാറുന്ന, സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. സാമ്പത്തിക വശം ശക്തമായിരിക്കും. ഒരു പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ബിസിനസ്സിൽ ലാഭമുണ്ടാകും. സൗന്ദര്യവും ബുദ്ധിയും കൂടുതലുള്ള ഈ നക്ഷത്രജാതകർ ബാല്യകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ്. കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ചവരാണ്. പല ഭാഗത്തും ഒറ്റപ്പെട്ടിട്ടുള്ളവരാണ്. ഇവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും.
ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദവും ചേർന്ന മേടൻ രാശിക്കാർക്ക് സൗഭാഗ്യമാണ് എന്ന്. ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്ന് ചാടുന്നവരുമാണ് ഇവർ. ശുഭമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ധൈര്യമുള്ളവരും ശക്തമായ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഇവർ. സാമ്പത്തികമായി ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇനി വന്നു ചേരും. യുഗാദിയാണ്. വർഷാരംഭത്തിൽ തന്നെ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവിക്കുവാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങൻ രാശിക്കാർ തന്നെയാണ്. ഇവർക്കും ഭാഗ്യമാണ്. സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച്. ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയിലൂടെ സമ്മാനങ്ങളൊക്കെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് വസ്തുവകകൾ വാങ്ങുവാൻ, വയലൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. 2 വീട് വയ്ക്കും. ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്ലാറ്റൊക്കെ വാങ്ങുവാൻ സാധിക്കും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് സാധ്യമാകും. ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി വളരെ പെട്ടെന്ന് ഇവർക്ക് ശരിയാകും. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിൽ നല്ല വിജയമുണ്ടാകും. ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ്. ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടുകയും ഇവർ ആത്മാർത്ഥമായി വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്തുവാനും ഇവർക്ക് സാധ്യമാകും. ദൈവാനുഗ്രഹം കൂടുതലുള്ള സമയമാണ്. പരമശിവന്റെ അനുഗ്രഹം കൂടുതലുള്ള സമയമാണ്. ദേവീ ചൈതന്യം ഇവരിലുണ്ട്. ഇവരുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. അടുത്തത് മൂലവും പൂരാടവും ഉത്രാടവും 1-ാം പാദം അടങ്ങിയ ധനുരാശിയിലെ നക്ഷത്രജാതകർ തന്നെയാണ്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. വീട് വാങ്ങുവാൻ സാധിക്കും. കാറ് വാങ്ങുവാൻ സാധിക്കും. വലിയ നിലയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഇതിനൊക്കെ പുറമേ ഇവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും. ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇവർക്ക് സാധിക്കും. 2024 വർഷഫലം, വിഷുഫലം ഇവയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഇവർ ഒക്കെയും കരസ്ഥമാക്കും. ഇവരുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ ധനവാനായി നല്ല ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നയിക്കുവാനുള്ള യോഗം ഇവരുടെ ജാതകത്തിൽ ഉണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അത് നടന്നിരിക്കും, ഉറപ്പാണ്. ഈ പറഞ്ഞ 9 നക്ഷത്ര ജാതകരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, മഹാമൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ കൂവളമാല, അവിടുത്തെ അരയാലിന് പ്രദക്ഷിണം ഇതൊക്കെ വയ്ക്കുക. ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും. പലരും എന്നോട് പറയാറുണ്ട്, എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നില്ല. പല പ്രാവശ്യവും ഞാനിതൊക്കെ കേൾക്കുന്നതാണ്. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി വേണം. പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രദർശനം മാത്രമല്ല. ദൈവം നമുക്കൊരു വഴി തുറന്നു കാണിക്കുന്നു. ആ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിക്കണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം. ഒരു ചെറു ബിസിനസ്സാകാം നിങ്ങളെ വളർത്തി വലുതാക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് ഈ 9 നക്ഷത്ര ജാതകരും. പ്രതിസന്ധി കൂടുതലാകുന്ന സമയത്ത് ഒരു 3 ഗ്രാമ്പു എടുക്കുക, ഒരു പച്ച തുണിയിൽ പൊതിയുക, അത് തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. 15 ദിവസം കഴിയുമ്പോൾ ഇതെടുത്തതിനു ശേഷം പാദം മുതൽ ശിരസ് വരെ
ഒരു 16 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക. നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. ഏതായാലും ചെയ്തു നോക്കുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.